സ്ത്രീകളും കുട്ടികളും വർഷത്തിലൊരിക്കലെങ്കിലും ഉറപ്പായും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ തെങ്ങിൻ പൂക്കുല. ആർത്തവ പ്രശ്നങ്ങൾക്കും നടുവേദനകൾക്കും പണ്ട് കാലം മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധം കൂടിയാണിത്. അപ്പോൾ തെങ്ങിൻ പൂക്കുല കൊണ്ടൊരു കുറുക്ക് കണ്ടാലോ? അതുണ്ടാക്കുന്നതിന് വേണ്ടി അധികം മൂക്കാത്ത പൂക്കുല എടുത്തിട്ടുണ്ട്. ഇത് ഇളക്കിയെടുത്ത് ചെറുതായി മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അതിനോടൊപ്പം ചേർക്കാൻ വേണ്ടി ഒരു തേങ്ങയുടെ പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും വേറെ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ രണ്ടാം പാലും കൂടി നമുക്ക് ഈ തെങ്ങിൻ പൂക്കുലയുടെ കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ തരികളൊന്നുമില്ലാതെ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ കുറച്ച് കരിപ്പോട്ടി അലിയിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഒരു ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കാം. അരിപ്പയിൽ കിടക്കുന്നതുകൊണ്ട് ആരും പേടിക്കണ്ട, ഇത് സേമിയയുടെ തരികളാണ്. നമുക്ക് അരിച്ച് ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം അരച്ച് വെച്ചിരിക്കുന്ന തെങ്ങിൻ പൂക്കുലയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇതിട്ട് നന്നായി ഇളക്കുമ്പോഴും ഒന്ന് മിക്സായി വരും. ഇപ്പോൾ ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പായസമൊക്കെ വെക്കുന്ന പച്ചരിയാണിത്. അതൊന്ന് അരച്ചെടുക്കാം. ഒരു ചെറിയ ബൗളിലെ അരിയാണിത്. അരി കൂടുതലിട്ടാൽ നമുക്ക് അരിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ചെറിയ ബൗളിലെ കൊള്ളുന്ന അരിയാണ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഇതും കൂടി നമുക്ക് രണ്ടാം പാലിനോടൊപ്പം അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ കുറുക്ക് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി അരച്ച് പെട്ടെന്ന് തന്നെ ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുറച്ച് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് വേണം. അതിനോടൊപ്പം നമുക്ക് ഒന്നാം പാലും ഒഴിച്ച് കുറച്ച് നെയ്യും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി കുറുകി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ജീരകവും ഏലക്കയും ചുക്കും ചേർത്ത് നന്നായി പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഒരു കുറുകിയ പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ ഒഴിച്ച് നിരത്തി വെക്കാം. തണുത്ത് വരുമ്പോഴേക്കും ഇതൊരു കട്ടിയായ പരുവത്തിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം മുറിച്ചും ഉപയോഗിക്കാം. രാവിലെ ആഹാരത്തിന് മുന്നേയും രാത്രി ആഹാരത്തിന് ശേഷവും കഴിക്കുന്നതായിരിക്കും ഇത് ഏറ്റവും ഉത്തമം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.